ഇന്ന് നമുക്ക് പാൽ കേക്ക് തയ്യാറാക്കാം. പലരും ചായക്കടയിൽ പോയിട്ട് ഈ ഒരു പാൽ കേക്ക് കഴിച്ചിട്ടുണ്ടാവും. നല്ല വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ടേസ്റ്റി ആയിട്ട് ഈ ഒരു പാൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പുറമെ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പാൽ കേക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് 2 കപ്പ് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മൈദ അരിക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 1 നുള്ള് ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് ബട്ടറും ഉരുക്കിയെടുത്തതാണിത്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുത്താൽ മതി. ഇതിപ്പം മൊത്തത്തിൽ 1/2 കപ്പ് ഉണ്ട്. ബട്ടർ 1/4 കപ്പ്, നെയ്യ് 1/4 കപ്പ്. അപ്പോൾ നിങ്ങൾ നെയ്യ് മാത്രം എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുക്കണ്ട, 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു നെയ്യ്, ബട്ടറും നെയ്യും കൂടി മിക്സാക്കിയ ഈ ഒരു നെയ്യ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മൈദയിലേക്ക് നെയ്യ് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നെയ്യ് മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണിത്, പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയില്ലാത്ത തൈര് എടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഒരു മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയും അതുപോലെ തൈരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമുക്കിത് മൈദയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തൈരും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തൈരും മുട്ടയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴച്ച് വെച്ച മൈദയിലേക്ക് ഈ ഒരു തൈര് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റാണ്. അതുപോലെ കുറച്ച് ലൂസും ആയിരിക്കും. ചപ്പാത്തി മാവിന് കുഴക്കുന്ന അത്ര ടൈറ്റിലല്ല ഇത് ഉണ്ടാവുക, കുറച്ചൊരു ലൂസായിരിക്കും. അപ്പോൾ നിങ്ങളിത് കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു തൈര് മതിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കുഴക്കരുത്, തൈര് തന്നെ ചേർത്ത് കുഴച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയില്ലാതെ തൈര് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ ഒരു മാവ്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് അരമണിക്കൂറിന് ശേഷം പരത്തിയെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് നോക്കാം. മാവ് നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേഗത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെറുതോ വലുതോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു പാൽ കേക്ക് നല്ല കറക്റ്റ് സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത മാവ് നമുക്ക് വീണ്ടും പരത്തിയെടുത്താൽ മതി. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഈ ഒരു പാൽ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലിപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക, പക്ഷേ ഈ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു പാൽ കേക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിനെ ഒരു നൂൽപ്പരുവാകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ
തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു നൂല് പോലെ വരണം. അത്ര വരെ നമ്മളിതിന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽ കേക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം പാൻ വെച്ചിട്ട് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് നന്നായിട്ട് മുങ്ങി പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലിടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് കുറച്ച് ചൂടുണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 2-3 മിനിറ്റ് മാത്രം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മതി. കൂടുതൽ ടൈം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാൽ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം.